പീരിയോഡിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം എന്തൊക്കെയാണ് അതിൽ സംഭവിക്കാൻ പോണേന്ന്. രാജഭരണമായിരിക്കും, ഓഫ് കോഴ്സ് ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം ഉണ്ടാകും, പിന്നെ താഴ്ന്ന ജാതിക്കാർ അനുഭവിക്കുന്ന അവരുടെ വേദന ഉണ്ടാവും, അവരനുഭവിക്കുന്ന അവരുടെ അവഗണന ഉണ്ടാവും, അവര് ഉയർന്ന ജാതിയായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിട്ട് ഉണ്ടാകുന്ന ഏറ്റുമുട്ടലുകൾ ഉണ്ടാവും, യുദ്ധങ്ങൾ ഉണ്ടാവും, സംഘടനകൾ ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവന്നിരിക്കുന്ന ഒരു പീരിയോഡിക്കൽ ഡ്രാമയിലുള്ള ഒരു കഥ. എന്നാൽ ഇവിടെയും സംഭവം വേറൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനെല്ലാം മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ വലിയ കാര്യമാണ്. നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് കാണുന്ന പ്രേക്ഷകന് രോമാഞ്ചം തരുന്ന രീതിയിൽ ആ ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നത് അല്പമല്ല, വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ സംവിധായകൻ അരുൺ മാതേശ്വരൻ വിജയിച്ചിരിക്കുകയാണ്. റോക്കി പോലുള്ള ഒരു സിനിമ ചെയ്ത് ഇദ്ദേഹം ധനുഷിനെ നായകനാക്കി ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന തമിഴ് സിനിമാ ലോകം ഒരുപാട് കാലങ്ങളായി കാത്തിരുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു സിനിമ ഒരുക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ പ്രതീക്ഷകൾ എല്ലാം തന്നെ നിറവേറ്റി. ഒരു സിനിമ, നല്ലൊരു സിനിമ കണ്ട് തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, കണ്ണ് നിറഞ്ഞുകൊണ്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ആവോളം ഈ ഒരു സിനിമ കണ്ടപ്പോൾ അനുഭവിക്കാൻ പറ്റി. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം, അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ രോമം എഴുന്നേറ്റ് നിൽക്കത്തക്ക വിധം, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ കണ്ണും മനസ്സും നിറയത്തക്ക വിധമുള്ള എല്ലാ എലമെന്റ്സും ഈ ഒരു സിനിമയിലുണ്ട്. അനിലേശ്വരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ ധനുഷ് അവതരിപ്പിക്കുന്നത്. അനിലേശ്വരൻ എങ്ങനെ ക്യാപ്റ്റൻ മില്ലറായി പരിണമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥ. പടത്തിന്റെ കഥയിൽ വലിയ പുതുമയൊന്നെങ്കിലും അതിന്റെ ആ ഒരു എക്സിക്യൂഷൻ മെത്തേഡ് കൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ മേക്ക് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി കൊണ്ടോ പടം വേറെ ലെവലാണ്. കഥാപാത്രങ്ങളുടെ പെർഫോം ആയിക്കോട്ടെ, ധനുഷ് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു. ആ ഒരു മനുഷ്യന്റെ കാലിബർ എന്താണ് നമ്മൾ അസുരനിലൂടെയും കർണനിലൂടെയും ഒക്കെ കണ്ടതാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ച വേറൊരു കഥാപാത്രമാണ് നമ്മുടെ ഒരു ക്യൂട്ട്നെസ് വായു വിതറുന്ന നമ്മുടെ ഒരു ക്യൂട്ട്നെസ് നായിക രശ്മികയല്ല, നേരെ മറിച്ച് നമ്മുടെ പ്രിയങ്ക അരുൺ മോഹൻ ഈ ഒരു പടത്തിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള തോക്ക് കയ്യിൽ എന്തുന്ന ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ എനർജി ഉള്ള ഒരു ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ചു. ശരിക്കും കയ്യടി അർഹിക്കുന്ന പ്രിയങ്കയുടെ തന്നെ കരിയറിലെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ. പടം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്കൊട്ടും ലാഗ് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്നാൽ എൻഗേജിംഗ് ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയുടെ സോൾ, അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ആത്മാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് ജി വി പ്രകാശ് കുമാറിന്റെ ആ ഒരു മ്യൂസിക് ആണ്. അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കാണ് ഈ ഒരു സിനിമയിൽ. BGM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇമോഷണലി നമ്മളെ ഒരുപാട് കണക്ട് ആകാനും അതുപോലെ തന്നെ നമുക്ക് ശരിക്കും രോമാഞ്ചം തരാനും അദ്ദേഹത്തിന്റെ BGMകൾക്കും പാട്ടുകൾക്കും സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ വരുന്ന കില്ലർ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്. എന്റെ ദൈവമേ, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിട്ടാണ് ആ ഒരു പാട്ട് ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്. ഈ ഒരു സിനിമ മേ ബി എല്ലാവർക്കും ഇഷ്ടാവൂല. അത്യാവശ്യം വളരെയധികം ഇന്റൻസ് ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വളരെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ വളരെ വയലന്റ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്നു. അത്യാവശ്യം നല്ല കിഡിലൻ ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ വാർ സീക്വൻസും ഒക്കെ ഉണ്ട്. നമ്മുടെ KGF-ഉം ബാഹുബലിയും ഒക്കെ തന്ന പോലത്തെ കുറെ ഗൂസ് ബംസ് തരാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ബട്ട് ഐ റിപ്പീറ്റ്, ഇറ്റ്സ് നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഇത്തരത്തിലുള്ള പീരിയോഡിക്കൽ ഡ്രാമ ഇഷ്ടപ്പെടുന്ന ഒരല്പം സ്ലോ പേസിൽ പടം കണ്ട് ശരിക്കും അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ച് ഐറ്റമാണ്. നല്ല തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം തിയേറ്റർ ഈ ഒരു സിനിമയുടെ ആസ്വാദനത്തെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം BGM ഒക്കെ വേറെ ലെവലാണ്. ഡോൾബി അറ്റ്മോസിന്റെ പവർ എന്താണെന്ന് ഇന്ന് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. കാരണം ഓരോ വെടിയുണ്ടെയും മോളിക്കൂടെ പായുന്നത് നമുക്ക് ശരിക്കും അനുഭവിച്ചറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി. അത്ര അടിപൊളി മിക്സിംഗ് ആണ്. ടെക്നിക്കലി ഈ ഒരു പടം വളരെ ബ്രില്യന്റ് ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. 5 ചാപ്റ്റർ ആയിട്ടാണ് ഈ ഒരു പടത്തിന്റെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇന്റർവെല്ലിന് തൊട്ട് മുന്നേ ഉള്ള ഒരു 15 മിനിറ്റ് വേറെ ലെവലാണ്. ഒരു കിഡിലൻ ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ക്യാമിയായിട്ട് ഒരു എണ്ണം വരുന്നുണ്ട്. അതൊക്കെ വേറെ ലീഗാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയുക. അപ്പൊ തിയേറ്റർ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, തിയേറ്ററിലെ ഒച്ചയും ബഹളവും സൗണ്ടും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്, നമ്മുടെ KGF ടൈപ്പ് ഒരുപാട് വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ തിയേറ്ററിൽ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു ചിത്രമാണ്. നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ. നിങ്ങൾക്കൊരു അന്യായ അല്ലെങ്കിൽ ഒരു അസാമാന്യ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് ഈ ഒരു സിനിമ ആണ്. ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ പരിഗണിക്കാം. മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് പിന്നീട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.